ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായല്ലേ. 1-2 കോപ്പിറൈറ്റ് ഒക്കെ വന്നു. അപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ കട്ട് ഷോർട്ട് ആക്കി ഷോർട്സ് ആക്കിയിട്ടായിരുന്നു ഇത്രയും നാൾ ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറേ നാളായതുകൊണ്ട് നേരിട്ടൊന്ന് കാണാമെന്ന് ഓർത്തിട്ട് വന്നതാണിന്ന്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു, നമ്മൾ അന്ന് പൊട്ടറ്റോ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലുള്ളൊരു ഡിഷാണ്. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറുണ്ണാം. അങ്ങനെയുള്ളൊരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല ഫ്ലേവറുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ് പ്ലാന്റ് എടുത്തിട്ട് അത് ഇതുപോലെ സ്ലൈസസ് ആക്കി കട്ട് ചെയ്യാം. ചില്ലിക്ക് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം നടുവിലൂടെ. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്ത് കുറച്ച് വെള്ളത്തിൽ നല്ല തിക്ക് പേസ്റ്റ് ആക്കുക. അതിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ എഗ് പ്ലാന്റും ചില്ലിയും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുത്തിട്ട് മാറ്റി വെക്കുക. പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ എഗ് പ്ലാന്റിൻ്റെ സ്ലൈസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ തന്നെയാണ് ഞാൻ ചില്ലി ഇട്ടിട്ടുള്ളത്. സെപ്പറേറ്റ് ആക്കി ഫ്രൈ ആക്കി മാറ്റിയെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള തൈരാണ്. എനിക്കിവിടെ ഇവിടുത്തെ തൈരാണ്, അപ്പോൾ അത് വലിയ പുളിയൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ കറിയിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിലാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ തൈര് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഞാനിവിടെ 3 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഉടച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള എഗ് പ്ലാന്റും ചില്ലിയും ഇതിലേക്ക് ഇടുക. അത് ഉടയഞ്ഞു പോവാതെ നല്ല നീറ്റായിട്ട് ഇടുക. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് കടുകും കറിവേപ്പിലയും മുളകും കൂടെ ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ മേലെ താളിച്ചിടുകയാണ് വേണ്ടത്. എന്നിട്ട് അത് നമുക്ക് പാത്രം അടച്ച് അതുപോലെ വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഈ തൈരിൻ്റെയും ഒരു പുളിയും ഇതൊക്കെ ഇത് വെജിറ്റബിൾസിലേക്കും അതുപോലെ ഇതിൻ്റെ എരിവൊക്കെ തൈരിലേക്കും അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് വിളമ്പുന്നതിന് തൊട്ട് മുന്നേ മാത്രം നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. താളിച്ചിടുന്നതിൻ്റെ പിന്നാലെയായിട്ട് കുറച്ച് കായപ്പൊടി കൂടെ മേലേക്കൂടി തൂവി കൊടുക്കാം. ഇതാ കറി റെഡി ആയിട്ടുണ്ട്. അത് ആ കേടിലിരുന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൽ നിന്ന് കുറച്ച് കേടൊക്കെ അതിലേക്ക് അബ്സോർബായി ഒന്ന് സെറ്റായി വരാനുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം വിളമ്പാനാവുമ്പോൾ മാത്രം ഒന്ന് മിക്സ് ആക്കിയെടുത്ത് യോജിപ്പിച്ച് സെർവ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കുക. ചൂട് കാലത്തൊക്കെ ദ ബെസ്റ്റ്. തൈരും കൂടിയുള്ളതുകൊണ്ട് നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ 1000 സബ്സ്ക്രൈബേഴ്സ് എത്താനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.